ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് വിൻ്റർ വെയർ കളർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ക്രോക്കിയിലും ചെയ്യുന്ന പോലെ ആദ്യം തന്നെ ഞാൻ സ്കിൻ ടോണാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കിൻ ടോൺ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡാർക്ക് ബ്രൗൺ പെൻസിലെടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈനും ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കും. അടുത്തതായി നിറ്റഡ് ഫാബ്രിക്കാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിന് സെയിം റേഷ്യോ വാട്ടറും പെയിൻറ്റുമാണ് എടുക്കുന്നത്. ഞാനിതിൽ പ്രഷ്യൻ ബ്ലൂ കളറാണ് എടുത്തുള്ളത്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ പെൻസിലാണ് ഞാൻ എടുത്തത്. അത് വെച്ചിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചർ, നിറ്റഡിൻ്റെ ഒരു ടെക്സ്ചർ ഒരു സിക്സ് ആഗ് ലൈനായിട്ട് വരച്ചു കൊടുത്താൽ മതി സൈഡിൽ. പിന്നെ സെയിം കളറ് ഒരു സ്ലിങ് ബാഗാണ് ഞാൻ ചെയ്ത് കൊടുക്കണം. അതിന് സെയിം കളർ മാച്ചിങ്ങിനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്വിൽറ്റിങ്ങിൻ്റെ ഒരു ക്രോസ് ആയിട്ടുള്ള ലൈൻസ് വരച്ചിട്ടാണ് ക്വിൽറ്റിംഗ് ഒക്കെ ചെയ്തെടുക്കണ പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിന് ഡാർക്ക് പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ജാക്കറ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ ബേൺസ് യെല്ലോയും കുറച്ച് ഒക്കർ യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്ലീസ് എന്നുള്ള നിറ്റഡ് ഫാബ്രിക്കിൽ സൈഡിൽ ഫറ് വരുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സെയിം കളർ തന്നെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫറ് വരുന്ന ഏരിയയിൽ ഡാർക്ക് ബ്രൗണും നമ്മളെടുക്കുന്ന കളർ ഏതാണോ അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡും അതിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡും വെച്ച് എസ് പോലെ ഇങ്ങനെ ചെറിയ എസ്സുകൾ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫർ എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് പെൻസിൽ വെച്ച് വരച്ചാൽ അത്ര എഫക്റ്റ് ആവില്ല. അപ്പം ഞാൻ വൈറ്റ് ജെൽ പെൻ എടുത്തിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ എസ് ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കുന്ന പോലെ ഫറിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങനെയാണല്ലോ, കുറച്ച് പുറത്തേക്കൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ ആയിട്ടാണ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഉള്ളിലത്തെ മെറ്റീരിയൽസ് ആദ്യം വരച്ചതിന് ശേഷമാണ് ഞാൻ പുറത്ത് ആ ഫറിൻ്റെ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലത്തെ മെറ്റീരിയലിലേക്കൊക്കെ ആ എസിൻ്റെ കേർവ് നിൽക്കുന്ന പോലെയൊക്കെ ആയിട്ടാണ് ആ ഫർ എഫക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് ജെൽ പെന്ന് വെച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഡാർക്കർ ഷെയ്ഡും ലൈറ്റർ ഷെയ്ഡും ചെയ്ത് അത്രയും എമൗണ്ടിൽ വേണ്ട, കുറച്ച് കുറവിൽ മതി വൈറ്റ് ഷെയ്ഡിൽ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ചെയ്യേണ്ടത് സ്കേർട്ടും ബൂട്ട്സുമാണ്. അപ്പോൾ അതിന് ലെതർ ടെക്സ്ചറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ലെതറിൻ്റെ ഒരു ടെക്സ്ചർ, കുറച്ച് ഷൈനി ആയിരിക്കും. അപ്പോൾ ലെതർ ടെക്സ്ചർ വരയ്ക്കണത് നല്ല തിക്കായിട്ട് വെള്ളം ചേർക്കേ വേണ്ട. പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോവിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മുക്കിയാൽ മാത്രം മതി. ഫുൾ ആ ഒരു ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ അത്രയും തിക്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൽ ഷെയ്ഡ് കൊടുക്കുന്നത് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് അതിൽ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോൾഡ് വരുന്ന ഭാഗത്തൊക്കെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് 000 ബ്രഷ് എടുക്കുക. അത്രയും ലൈറ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ മുക്കിയ സാധാ ഒരു ബ്രഷ് എടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ആ ബ്ലാക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു ആഷ് കളർ പോലെ ബ്ലെൻഡായി പോകണം. ബൂട്ട്സിൽ അതുപോലെ തന്നെ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് സ്പേസ് ബ്ലാക്ക് വിട്ടതിന് ശേഷം അതേ ലൈനിൽ കൂടെ തന്നെ നമ്മൾ താഴെ വരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് വൈറ്റ് വെച്ചിട്ട്. അതിൽ ആംഗിളിൻ്റെയും നീഡിയും പോർഷനിൽ നമ്മൾ ആ ബ്ലാക്കിൽ തന്നെ ഒരു 6 ആഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ അവിടെ അതേപോലെ 6 ആഗ് കൊടുക്കണം. അത് ഒരു ലൈൻ വരച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. സൈഡിൽ കൂടെ ഒരു ആഷ് കളറ് ബ്ലാക്കിലേക്ക് പോണ പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 ഷൂവിലും ഒരു ചെറിയ സ്പേസ് വിട്ടിട്ട് വേണം ആ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ലെതറിലുള്ള ആ ഒരു ഷൈനിങ് എഫക്റ്റ്
നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്കേർട്ടിലും വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് 000 ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് പാരലൽ ലൈൻസ് കേർവ്ഡായിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സ്കേർട്ടിലുള്ള ആ ഒരു ഫോൾഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ലെതർ ഫിനിഷ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഹെയറിലും ബ്ലാക്ക് കളർ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഹാറ്റും ഇതുപോലെ ജാക്കറ്റിൻ്റെ സെയിം കളറ് മാച്ചിങ്ങിനാണ് ഞാൻ ആ കളർ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ഡാർക്ക് ബ്രൗൺ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡിങ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ജാക്കറ്റിന് അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഷെയ്ഡിങ് ചെയ്തെടുത്തിട്ടുള്ളത്.